കഴിക്കണോ? എങ്ങനെയുണ്ട് സൗണ്ടിൽ പറ കേക്കണം. അടിപൊളി ഫുഡാണ്. അതെ, ഇത് എത്ര നാളായി ചേച്ചിട്ട്? ഇപ്പൊ കുറെ നാളായി വർഷങ്ങളായല്ലേ? ഈ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. എത്രയോ ഹോട്ടലിൽ കഴിക്കാൻ ഇവിടെ വരുന്നുണ്ട്. നല്ല ഫുഡായിട്ടാണ്. ഒരു പ്രാവശ്യം അല്ല, ഇതൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ചെറിയ ഹോട്ടലുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോലെയല്ല ഇത് കണ്ട നല്ല രീതിയിൽ, അതായത് അടപ്പിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്നെ. അടപ്പിലാണ് ഇവിടെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചോറൊക്കെ ഉണ്ടാക്കുന്നത് അടപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ചേച്ചിയുടെ കട ഏതായാലും തിരക്കുണ്ട്, എന്നാലും തുടങ്ങാൻ പോണേ ഉള്ളു. അപ്പൊ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി ചേച്ചിയുടെ അടുത്ത്. പിന്നിപ്പോ അടുത്ത ടേസ്റ്റ് ഒക്കെ ചെയ്ത് ബാക്കി മറ്റു ഹോട്ടലുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആകെയുള്ള സങ്കടം എന്ന് വെച്ചാൽ 3 മണി വരെ ഉള്ളു ചേച്ചി. അതാണ് ആകെയുള്ള ഒരു സങ്കടം. അല്ലേ ചേച്ചി? അപ്പൊ അതാണ് ആകെയുള്ള ഒരു സങ്കടം എന്ന് പറയാ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നീ എവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ വരും ഭക്ഷണം കഴിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഈ ചേച്ചിയുടെ. കുമ്പളത്ത് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം എനിക്ക് ഉണ്ടായത്. കൊച്ചിയിൽ നിന്ന് ഞാൻ ഇവിടം വരെ ഓട്ടോ ഓടിച്ച് വരും. കാര്യം എന്ന് വെച്ചിട്ട് ചേച്ചിയുടെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ബാക്കി കാണാം. എങ്ങനെയുണ്ട് ചേട്ടാ ഫുഡ്? അടിപൊളിയാ. എത്ര നാളായി ചേട്ടൻ ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ എത്ര നാളായി ചേച്ചി? കുറെ നാളായി. ഡേറ്റ് ഒന്നും നോക്കണില്ല. 2 കൊല്ലമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? തനി നാടൻ രീതിയിൽ അല്ലേ? നാടൻ രീതി. ഞങ്ങളുടെ കുമ്പളത്തിന്റെ ഒരു അഭിമാനം എന്ന് പറയാം. കുമ്പളത്ത് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ വന്നോ ചേച്ചിയുടെ ചോറ് കഴിക്കാനായിട്ട്. എനിക്ക് ഒറ്റൊരു പരാതി ഒന്നും അത് മാത്രമേ ഉള്ളൂ. ഈ ചോറിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല. കൈ കൊള്ളു. അതെപ്പോഴും പറയാറുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരും കാരണം ചൂടും തണുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചി ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഏറ്റവും ബെസ്റ്റ് സാധനം ഫുഡ് കൊടുക്കുള്ളൂ. ഫുഡ് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ. ഞാൻ എൻ്റെ വീട് കുമ്പളത്ത് തന്നെയാണ്. എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. എന്നാലും ഭാര്യയെ കാണിക്കേണ്ട ഈ ബ്രാൻഡ് ഞാൻ ഇവിടുത്തെ സ്ഥിരം കഴിക്കാറുള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നത് നമ്മൾ കഴിക്കുള്ളൂ. നിങ്ങളെ പറ്റാവുന്ന പോലെ അല്ലേ? എന്താ വീട്ടിലെ ഭക്ഷണം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിക്കാൻ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം. ഒറ്റക്കാര്യം പറയാള് നമുക്ക് പറ്റാവുന്ന പോലെ ഇതുപോലത്തെ കടകളിൽ വന്ന് ഭക്ഷണം കഴിക്കുക അല്ലെ? ഇപ്പൊ കണ്ടില്ലേ കലത്തിൽ വെച്ചാണ് ചോറ് ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ? നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലാണ് ചേച്ചി എല്ലാം. മാത്രമല്ല ചേച്ചിക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ ഒരു ഇഷ്ടംമാരെ കോരിക്കോരി മറ്റുള്ള ഹോട്ടലൊക്കെ ഒരു പരിമിതിയിലേക്ക് പുറത്തേക്ക് ആവശ്യത്തിന്. അതാണ് ഈ കട ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനം ഈ പച്ചമോര് എന്ന് പറയുന്നത്. ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ്. പച്ചമോരെ കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. ചോറെടുക്കട്ടെ കഴിക്കട്ടെ. പിന്നെ ചേട്ടന് 2 വാക്ക് പറ. ഞാൻ പറഞ്ഞത് കടന്നല്ല, ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ചാക്കോളസ് നിൽക്കുന്ന ഒരു ഫ്ലാറ്റിലെ ഫെസിലിറ്റി മാനേജറാണ് വർക്ക്. അപ്പൊ അവിടുത്തെ സാറന്മാർ പോലും കോടീശ്വരന്മാരെ താമസിക്കുന്ന ഫ്ലാറ്റാണ്. അവർക്ക് സാറന്മാരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ അതെ അവർ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, പാഴ്സലായിട്ട് മേടിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും നല്ല ഭക്ഷണം. അരൂര് കുമ്പളം റോഡിന്റെ പാലത്തിന്റെ അടിയിൽ അല്ലേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലീമെഡിനിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. അവിടുത്തെ ക്വാളിറ്റി പുറത്തെ ക്വാളിറ്റി നമുക്ക് അറിയാമല്ലോ. അപ്പൊ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. നമ്മൾ കുറച്ചേ കഴിക്കണം എന്നാലും പോലും തന്നെ. ഇപ്പോൾ ഒരു മീനിന്റെ ഇന്നത്തെ കാലത്ത് മീനിന്റെ ഒക്കെ വിലയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വില. അതുപോലെ ഒരു മീൻ ചാറ്, അച്ചാറ്, ഒരു ക്യാബേജ് തോരൻ, നല്ലൊരു പച്ചടി, 2 റോസ്റ്റ്, വേറെ കുറേ ഉണ്ട്. എല്ലാം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. സാമ്പാറൊക്കെ നല്ല സൂപ്പർ സാമ്പാറൊക്കെ എന്താ പറയുന്നത്, നമ്മൾ കോരി കുടിക്കുക. സാമ്പാറുണ്ടാവും, ഈ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടാകാറുണ്ട്. അതിലെ ചാള, ഞണ്ട്, കൊഴുവ, നന്ദൻ, അതുപോലെ എല്ലാം നാടൻ ഭക്ഷണങ്ങളാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയത്. അതുകൊണ്ട് ചൂട് കുറച്ച് കൂടുതലായതുകൊണ്ട് നാറാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണ്.